പൃഥ്വിരാജിൻ്റെ ഖലീഫ കണ്ടിരുന്നു. പടത്തിൻ്റെ ഡയറക്ടർ, ആക്ടർ, ക്യാമറ, പ്രൊഡ്യൂസർ. അത്യാവശ്യം ഒരു വാച്ചബിൾ മൂവിയാണ്. പിന്നെ അധികം പ്രതീക്ഷ വെച്ച് പോയിട്ട് കാര്യമില്ല. പടത്തിൻ്റെ ട്രെയിലറിലും ടീസറിലും എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് കഥയിലുള്ളത്. അതിനപ്പുറത്തോട്ടൊരു പുതുമയുള്ള ഒരു കാര്യവും ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടില്ല. നല്ല മേക്കിംഗ് ആണ്, ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു പടത്തിൻ്റെ നട്ടൽ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. അവിടെ കുറച്ചുകൂടെ പണി എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നി. പണ്ടൊക്കെ പറഞ്ഞു പോയ പല കാര്യങ്ങൾ തന്നെയാണ് അവിടെ വീണ്ടും പറഞ്ഞു പോയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരുമായപ്പെട്ട കഥകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതൊക്കെ ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത, ഷോട്ടിലോ എന്തെങ്കിലും ട്വിസ്റ്റ് വരുത്തുക, സ്കോറിങ്ങിൻ്റെ അകത്ത് മാറ്റം വരുത്തുക, പിന്നെ കറക്റ്റ് കാസ്റ്റിംഗ്. സ്ക്രിപ്റ്റ് പാളിയാൽ നല്ല ക്ഷീണമാവും. ഇത് പ്ലെയിൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇതുപോലത്തെ കഥകൾ, അതായത് ഗാങ്സ്റ്റേഴ്സ്, സ്വർണ്ണക്കടത്ത്, മാഫിയ, ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു കഥയേ ഉള്ളൂ. 80കളിലും 90കളിലൊക്കെ പറഞ്ഞു പോയ സാധനം തന്നെ ഇന്നത്തെ കാലത്തോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ടെക്നോളജി കൂടുന്നു, അത്രയേ ഉള്ളൂ. പൃഥ്വിരാജ് ഫാൻസ് വെൽഫെയർ അസോസിയേഷനുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റും മറ്റൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പടം ട്രെയിലർ, ടീസർ കണ്ടപ്പോൾ തന്നെ ഇതെങ്ങോട്ടാ പോകുന്നുണ്ട് എനിക്കറിയാമായിരുന്നു. എനിക്കങ്ങനെ തോന്നി, ഈ പടം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മോട് എന്നുള്ളൊരു വ്യക്തതയുണ്ട്. പലരും തിയേറ്ററിൽ പോയി കണ്ടതിൻ്റെ അകത്തൊരു വലിയൊരു ട്വിസ്റ്റ്, വലിയൊരു മാരക സാധനമായിട്ടാണ് ആളുകൾ പ്രതീക്ഷിച്ചത്. ടെക്നിക്കൽ സൈഡിൽ മാരകമാക്കിയിട്ടുണ്ട്, സ്ക്രിപ്റ്റ് വൈസ്. പിന്നെ നമ്മുടെ മോഹൻലാലിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ആകെയുള്ള ക്യാമിയായിട്ട് ലാലിനെ കൊണ്ടുവന്നിരിക്കുന്ന ആ രംഗമൊക്കെ നല്ല ഭംഗിയായിട്ടാണ്. നമുക്കൊരു എനർജി ഫീൽ ചെയ്തത് ലാൽ വന്നപ്പോഴാണ്. അല്ലാത്തപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലെയിൻ സ്ക്രിപ്റ്റാണ്, അതാണ് പ്രശ്നം. ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ പെർഫെക്റ്റ് ആണ്. ഡയറക്ടർ വൈശാഖിൻ്റെ സ്ഥിരം കഥകളിലെ പോലെ അല്ലാതെ പുള്ളി ഒരു വ്യത്യസ്തമായിട്ട് എടുത്തൊരു സാധനമാണിത്. സ്ക്രിപ്റ്റ് വൈസ് പുള്ളി സെലക്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അത്ര നല്ലൊരു സെലക്ഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പല പടങ്ങളും പുള്ളിയുടെ, പക്ഷെ മേക്കിംഗ് വൈസ് നല്ലതാണ്. പുള്ളിയുടെ സെലക്ഷൻ എന്തോ പുള്ളിക്കതായിരിക്കും ഇഷ്ടം. ഇവിടെ പൃഥ്വിരാജൻ ലുക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കിടലിനായിട്ട് പൃഥ്വിരാജനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ അണ്ടർവേൾഡ് പരിപാടികളൊക്കെ പറഞ്ഞ് തീർന്നു. ഇനി അണ്ടർവേൾഡിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് അണ്ടർവേൾഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബോംബെ 80കളിലെയും 90കളിലെയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നതാണ്. ലൂസിഫറൊക്കെ അത്യാവശ്യം ഒരു എമ്പുരാൻ വന്നപ്പോൾ ആ ഒരു അണ്ടർവേൾഡ് ദാവൂദ് ഫീലൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പക്ഷേ അതിനകത്ത് ഗുജറാത്തും മറ്റൊക്കെ, പിന്നെ ക്ലൈമാക്സിലെ തല്ലൊക്കെ തെലുങ്ക് പടത്തിലെ പോലെ വെറുപ്പിച്ച് കളഞ്ഞു. പിന്നെ സിനിമ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഇഷ്ടപ്പെടാം. എനിക്ക് അയ്യെന്ന് തോന്നിയ കാര്യം നമുക്ക് ചിലപ്പോൾ വാവെന്ന് തോന്നാം. ഓരോരുത്തർക്കും ഒരേ എക്സ്പീരിയൻസ് അല്ലേ തരുന്നത്, ഒരേ മാനസികാവസ്ഥയല്ലോ നമ്മുടെയൊക്കെ. നമ്മളൊക്കെ കാണാൻ പോകുന്ന മാനസികാവസ്ഥ ഒരു ഘടകമാണ്. ഓരോരുത്തരും വരുന്ന പല സാഹചര്യങ്ങളെന്നാണ്. ഈ പടത്തിൽ അങ്ങനെ വെറുപ്പിക്കലൊന്നും പ്രത്യേകിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, സ്ക്രിപ്റ്റിലുണ്ടായ ഒരു ക്ഷീണമാണ്. ഇത് കറക്റ്റ് പറഞ്ഞാൽ ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ഗാങ്സ്റ്റർ മൂവി. നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ പടമാണ്. ആ ആക്ഷൻ സീൻസൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഇതിപ്പം പറഞ്ഞ് പോയ കഥ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ പണിയെടുത്തിരുന്നെങ്കിൽ നന്നാക്കായിരുന്നു. ഈ വൈശാഖ് പൊതുവെ ശ്രദ്ധിക്കുന്നത് മേക്കിംഗ്, അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതൊക്കെയാണ് വൈശാഖ് നോക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കാണും. ഈ സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നുള്ളത് കണ്ടറിയേണ്ടി വരും. പൃഥ്വിരാജിനെ സംബന്ധിച്ച് ലാസ്റ്റ് ഇറങ്ങിയ പല പടങ്ങളും ക്ഷീണമായിരുന്നു. പിന്നെ വേൾഡ് വൈഡ് റിലീസ്, പാൻ ഇന്ത്യൻ റിലീസ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് അത്യാവശ്യം ആൾക്കാർ വന്ന് കാണുന്നതുകൊണ്ട് മുടക്കം മുതലിനകത്ത് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുമെന്ന്. അവർക്കറിയാവില്ല എങ്ങനെ ബിസിനസ് ചെയ്യണം. അതുകൊണ്ട് അല്ല, അതുപോലെ മലങ്കൾട്ടാണ്. അങ്ങനത്തെ മലങ്കൾട്ട് സാധനം പൃഥ്വിരാജ് ഇറക്കത്തില്ല. ഒരു നിലവാരം എപ്പോഴും നിലനിർത്തിക്കൊണ്ടേ പൃഥ്വിരാജ് ഇറക്കുള്ളൂ. ആ ഒരു നിലവാരം ഈ പടത്തിലുമുണ്ട്. സ്ക്രിപ്റ്റിൽ വീക്ക് കാണും. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പല പടങ്ങളും മലങ്കൾട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാധനമല്ല. സ്ക്രിപ്റ്റിൽ ചില പ്രശ്നങ്ങൾ അത് ഒന്ന് നികത്തി കിട്ടിയിരുന്നെങ്കിൽ ഈ പടം ഒരു സൂപ്പർ മൂവിയാവുമായിരുന്നു. പടം മോശമാണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല. സിനിമാക്കാരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പടം വർക്കൗട്ടായില്ല എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കെല്ലാം വർക്കൗട്ട് ആകാതിരിക്കണം എന്നില്ല. നിങ്ങൾ പോയി കാണുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വർക്കൗട്ടാകും. ഒരു വൗ ഫീൽ ആയിരിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. നല്ലൊരു ക്വാളിറ്റി വർക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.